ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു തെലുങ്ക് മിസ്റ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മാ ഊരി പൊലിമേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വന്നത് 2019-2020 തോന്നുന്നു ഫസ്റ്റ് പാർട്ട് വന്നതിൻ്റെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ഏത് വർഷം എന്നുള്ള ഞാൻ നോക്കാൻ വിട്ടുപോയി സത്യം പറയാമെങ്കിൽ. അപ്പോൾ ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്, സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത്, ഒരു ഗ്രാമം, ഒരു ഉൾപ്രദേശത്തിലൊരു ഗ്രാമമായിരിക്കും. അവിടെ മന്ത്രവാദത്തിനും ഈ ഒരു പിന്നെന്താ പറയുക ആഭിചാരങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നൊരു എന്താ പറയുക അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഗ്രാമമായിരിക്കും. അവിടെ പിന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടാവും. കോൺസ്റ്റബിൾ ആകാൻ വേണ്ടി, പോലീസ് ആകാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു നായകൻ്റെ പിന്നെ സഹോദരൻ കൊല്ലപ്പെടുകയാണ്. അപ്പോൾ കോൺസ്റ്റബിൾ ആയി മാറിയതിന് ശേഷമായിരിക്കും കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഈ ഒരു കൊലപാതകത്തിൻ്റെ മിസ്റ്ററി അന്വേഷിച്ചറിഞ്ഞാണ് നമ്മുടെ നായകൻ. അതിൽ എന്താ പറയുക ആ ഒരു മിസ്റ്ററി ചുരുളഴിയുന്നതും എന്തൊക്കെയാണ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആ ഒരു സംഭവമാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വലിയൊരു സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല, മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. പിന്നെ ഒരു തെലുങ്ക് മൂവിയാണ്. ആ ഒരു ഉൾപ്രദേശത്ത് നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ അതിൻ്റേതായ അവരുടെ ആ ഒരു കൾച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയ ഇതൊക്കെ തോന്നും. എന്നാലും ആ ഒരു സംഭവം മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ ആണ്, ടീം കോഡിൽ അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെയാണ് കണ്ടത്. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു, പെർഫോമൻസ് കൊള്ളാമായിരുന്നു. ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ഹിൻ്റ് ഇട്ടിട്ടാണ് സിനിമ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആഹയിലാണ് വന്നിരിക്കുന്നത്, ആഹ തെലുങ്കിലാണ് വന്നിരിക്കുന്നത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മാ ഊരി പൊലിമേര 2 എന്ന് പറഞ്ഞാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത്. എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. വലിയ സംഭവങ്ങളൊന്നുമില്ല. ഒരു മിസ്റ്ററി ത്രില്ലർ എന്നുള്ള രീതിയിൽ കണ്ടു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വളരെ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് കൂടുതലും കഥയുടെ ആ ഒരു ഒഴുക്കിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അത്രയാണ്. 1 മണിക്കൂർ 38 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. തിരക്കഥ കൊള്ളാമായിരുന്നു, പെർഫോമൻസ് കൊള്ളാമായിരുന്നു. അത്രയൊക്കെ തന്നെയുള്ളൂ. ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ചൊരു ബോറായി തോന്നി എനിക്ക്. എന്നാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഭിചാര കർമ്മങ്ങളും അതുപോലുള്ള സംഭവങ്ങളൊക്കെ പിന്നെ നല്ലപോലെ അത്രയും ബെറ്ററായിട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചതെന്ന് ചോദിച്ചാൽ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എവിടെയൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്താണെന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ സെക്കൻഡ് പാർട്ട് പിന്നെ തെലുങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മലയാളം സബ് ടൈറ്റിലോ അങ്ങനെ എന്തെങ്കിലും വരുമെന്ന് വെയിറ്റ് ചെയ്യാണ്. അതിന് ശേഷം കാണാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് സെക്കൻഡ് പാർട്ട്. തെലുങ്ക് വലിയ വശമല്ല, ചെറുതായിട്ടൊക്കെ മനസ്സിലാവും. നമുക്ക് ഇതുപോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ മനസ്സിലായാലല്ലേ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. കണ്ടവരുണ്ടെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം, അതിൻ്റെ കൂടി അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും